പെറ്റ്സ് ഫോറിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ന് എന്തൊക്കെ പെറ്റ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സിനെ കൊടുക്കണ്ട ഉണ്ടെങ്കിൽ അതാ താഴെ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ ഒരു 40 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ അയക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഓരോ വീഡിയോയിൽ ഇപ്പം നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് കൊടുത്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓണേഴ്സിന്റെ നമ്പേഴ്സ് കൊടുത്തില്ല കേട്ടോ. അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ വിളിച്ച് ചോദിക്കാനും ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ നിലക്കാരും മാത്രമാണ്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെയിലിനായിട്ട് വന്നുള്ള ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ ഏതാ ബ്രീഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പോളർ വൈറ്റ് ആണ് കേട്ടോ. അതും ബ്രീഡിങ് പെയറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ 300 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ട്. പെയറിന് ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ. പോളർ വൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളൊക്കെ നോക്കണം. പെട്ടെന്ന് എഗ്ഗൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഇറക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല രീതിയിൽ കുട്ടികളൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ പോളർ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കൂടി ചോദിച്ചറിയാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഫിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രീഡ് നോക്കി നമ്മുടെ സോഡാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഓഫർ റേറ്റിനാണ് അദ്ദേഹം കൊടുക്കുന്നത്. 30 പീസിന് വെറും 350 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് കൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള മിക്സഡ് ഗപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബൾക്കായിട്ട് തന്നെ അതിൽ കൊടുക്കാണ്ട്. അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറമാണ്. ഓണർ പേര് റാഫി എന്നാണ് കേട്ടോ. അപ്പോൾ ജോഡിക്ക് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ പെർ പീസിന് 10 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ കൊറിയറും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്പർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ചധികം മൂളീസ് ആണ് കേട്ടോ. അതും ബ്രീഡിങ് സൈസ് എത്തിയ മൂളീസ് ആണ് സെയിലിനായിട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് മൂളീസ് ആണ്. അപ്പോൾ പെർ പീസ് 10 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. പാലക്കാടാണ് സ്ഥലം വരുന്നത്. ഓൾ ഇന്ത്യ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫിഷിനെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് കൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള പ്ലാറ്റീസ് ആണ് കേട്ടോ. അത് റെഡ് പ്ലാറ്റീസ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ബ്രീഡിങ് സൈസാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ പെർ പീസിന് 10 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. സ്ഥലം വരുന്നത് പാലക്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് മൗണ്ടൈൻ മൂളീസ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ബ്ലാക്ക് മൂളീസ് ആയിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ടെയിലാണ് കേട്ടോ. ഹൈഫിനും അതുപോലെ ടെയിലാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ടെയിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഹാഫ് മൂണിൻ്റെ ഒരു ടെയിലാണ് ഇതിന് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ബ്ലാക്ക് മൗണ്ടൈൻ എന്ന് തന്നെ പറയുന്നത്. പെർ പീസിന് 15 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ബ്രീഡിങ് സൈസ് എത്തിയ മൂളീസ് ആണ് കേട്ടോ. അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അതപ്പോൾ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള പാണ്ട മൂളീസ് ആണ് കേട്ടോ. അപ്പോൾ പെർ പീസിന് 10 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൈസൊക്കെ നോക്കി കഴിഞ്ഞാൽ ബ്രീഡിങ് സൈസ് ആണ് കേട്ടോ. അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്താനാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് ഡോഗ്സ് ആണ് കേട്ടോ. അപ്പോൾ ഏതാ ബ്രീഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലാബ്രഡോറാണ്. അപ്പോൾ വൈറ്റും ബ്ലാക്കും അതേപോലെ കൊടുക്കാണ്ട്. അപ്പോൾ 45 ദിവസം മാത്രമാണ് പ്രായമുള്ളത്. അപ്പോൾ KCO ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബ്രീഡിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 25,000 രൂപയാണ് കേട്ടോ. നെഗോഷ്യബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പുവരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ അവരെ കുറച്ച് ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ബെറ്റ ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ ഏതാ വെറൈറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലാവൻഡർ ഡംബോയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ബ്രീഡിംഗ് പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ഗപ്പീസ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സിൽവർ ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 250 ട്രയോനും പെയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 200 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓണർ പേര് അഭിജിത്ത് എന്നാണ്. നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള പ്ലാറ്റിനം റെഡ് ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ സെമി അഡൽട്ടാണ്, പ്രായം വരുന്നത് 160 രൂപയാണ് അത് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ട് വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് സെയിലിനായിട്ട് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ പെറ്റിന് സെയിൽ
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് പെറ്റ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് സെയിലിനായിട്ട് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെയും ബൈ.